Next, find the Laplace transform of t and t square. നമുക്ക് ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ചെയ്യാം. അപ്പം എൽ ഓഫ് ടി ബൈ ഡെഫിനിഷൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into t dt എന്ന് വരും. ഇവിടെ ടിയുടെ ഡെറിവേറ്റീവ് ആണ് തീർന്നു പോകുന്നത്. അപ്പം നമുക്ക് ടിയുടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഇതിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കണം. അപ്പം ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ 0 to infinity minus integral 0 to infinity derivative of the first function ടിയുടെ ഡെറിവേറ്റീവ് ആണ്, പിന്നെ integral of the second function dt. അപ്പം അവിടെ നമുക്ക് ആദ്യം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി നമുക്ക് -1/s പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആണ്, ടി 0 കൊടുക്കുമ്പോൾ ടി 0. അപ്പോൾ ഇത് രണ്ടും 0 ആയിട്ട് പോകും. ഇനി ഇവിടെ ഒരു -s ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ +1/s integral 0 to infinity e raised to minus st by s നമ്മൾ പുറത്തെടുത്തു. അപ്പം -1/s പുറത്തെടുത്തപ്പോൾ ഈ മൈനസ് കൂടെ +1/s ആയി 0 to infinity e raised to minus st dt എന്ന് വരും. അപ്പം ഈ ടേം ഇല്ല. അപ്പം 1/s integral 0 to infinity e raised to minus st ചെയ്യുമ്പോൾ e raised to minus st by minus s from 0 to infinity എന്ന് വരും. So this is equal to -1/s square. -1/s കൂടെ പുറത്തെടുക്കുക, -1/s square. e raised to minus infinity 0, e raised to 0 1. അപ്പം നമുക്ക് അത് 1/s square എന്ന് പറയും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, എപ്പോഴും ഓർക്കേണ്ട ഒരു റിസൾട്ടാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s square. റിസൾട്ടായിട്ട് ടേബിളിൽ തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഡെറിവേഷനും പഠിക്കണം, ഈ വാല്യൂവും പഠിക്കേണ്ടത്. കാരണം 1/s സ്ക്വയറിന്റെ ഇൻവേഴ്സ് ചോദിക്കുമ്പോൾ അത് ടി ആണ്, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി 1/s square ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇന്റഗ്രൽ 0 to infinity. അപ്പോൾ ലാപ്ലേസ് ഇന്റഗ്രൽ 0 to infinity e raised to minus st t square dt എന്ന് വരും. അത് നമ്മൾ ചെയ്യുമ്പം ടി സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടാണ്. ടി സ്ക്വയർ ഇ റേസ് ടു മൈനസ് st മൈനസ് s ഫ്രം 0 to infinity മൈനസ് ഇൻ്റഗ്രൽ 0 to infinity ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് st ബൈ മൈനസ് s dt എന്ന് വരും. ഇവിടെ മുമ്പത്തെ പോലെ തന്നെ ഇൻഫിനിറ്റി കൊടുക്കുമ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയിരിക്കും, 0 കൊടുക്കുമ്പം ടി സ്ക്വയർ 0, അപ്പോൾ ഇത് 0 എന്ന് വരും. നമുക്ക് -2/s പുറത്തെടുത്താൽ അത് +2/s ഇൻ്റഗ്രൽ 0 to infinity ടി ഇ റേസ് ടു മൈനസ് st dt എന്ന് കിട്ടും. ഇനി ഇപ്പം നമ്മൾ ഓൾറെഡി ഇത് ചെയ്തതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to infinity ടി ഇ റേസ് ടു മൈനസ് st ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതല്ലേ ഉള്ളൂ. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ? 2/s ഇൻ്റഗ്രൽ 0 to infinity ടി ഇ റേസ് ടു മൈനസ് st എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ആണ് അല്ലേ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതല്ലേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to infinity ഡെഫിനിഷൻ വെച്ച് ടി ഇ റേസ് ടു മൈനസ് st dt എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ആണ്. അപ്പം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി 1/s square ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 2/s into 1/s square വിച്ച് ഈസ് ഈക്വൽ ടു 2/s cube എന്ന് കിട്ടും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 2/s cube എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത് നമ്മുടെ ടേബിളിനകത്തുള്ള ടിയും ടി സ്ക്വയറും. അടുത്തത് പ്രൂവ് ദാറ്റ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n is equal to n factorial divided by s raised to n plus 1, where n is an integer. Where n is any positive integer. പോസിറ്റീവ് ഇൻറ്റീജറിന് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പം
ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡക്ഷനാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കൊണ്ട് ഞാനൊരു ജസ്റ്റ് അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ് തരുവാണ്. അത് എക്സാമിന് എഴുതുമൊന്നും വേണ്ട. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ചെയ്യുന്നത് പ്രൂവ് ദാറ്റ് the result is true for n equal to 1. Result n equal to 1 ൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. Then assume that the result is true for n equal to k. അപ്പം നമ്മൾ ഇൻഡക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ n equal to 1 കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ഉണ്ട് എന്ന് കാണിക്കണം. എന്നിട്ട് വെൻ n equal to kയിൽ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. n equal to kയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുമ്പം ദെൻ ഷോ ദാറ്റ് n equal to kയിൽ ട്രൂ ആണെങ്കിൽ ഷോ ദാറ്റ് the result is true for n equal to k plus 1. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. n equal to kയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n equal to k plus 1 ട്രൂ ആണെന്ന് കാണിക്കുന്നു. അപ്പം നമുക്ക് Laplace transform of t when n equal to 1, when n equal പ്രൂഫ് നമ്മൾ തുടങ്ങുക t raised to n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാന്ന് കാണിക്കാൻ വേണ്ടി when n equal to 1 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus st t dt. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് എക്സാമിന് നിങ്ങൾ ചോദിക്കുമ്പം ചെയ്യണം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം നമ്മളിപ്പം ഇവിടെ ചെയ്തതല്ലേ ഉള്ളൂ. ഈ പ്രോസസ്സ് അതുപോലെ അങ്ങ് ചെയ്തിട്ട് അത് 1/s² ചെയ്താൽ മതി. അപ്പം ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമുക്കത് 1/s² എന്ന് കിട്ടി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s². അപ്പോൾ n equal to 1 കൊടുത്തപ്പോൾ ഇത് 1 factor divided by s raised to 1 plus 1 2. അപ്പോൾ ഇത് ട്രൂ അല്ലേ? നോക്കിയേ, n equal to 1 കൊടുക്കുമ്പോൾ 1 factor divided by s raised to 1 plus 2 s² കിട്ടി. അപ്പോൾ therefore the result is true for n equal to 1. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യണേ. എക്സാം റിസൾട്ട് അതുപോലെ എഴുത്തെത്തിയാൽ പോലെ. ഇപ്പോൾ ഈ ചെയ്ത പ്രൂഫ് പ്രൂവ് ചെയ്തോണം. പ്രൂവ് ഇറ്റ് എന്ന് എക്സാം എഴുതിയാക്കരുത്, പ്രൂവ് ചെയ്തോണേ. ഇനി നമ്മൾ അസ്യൂം ദാറ്റ് the result is true for n equal to k, a positive integer. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ kക്ക് ഇത് ട്രൂ ആണ്. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to k is equal to k factorial divided by s raised to k plus 1. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുക. റിസൾട്ട് kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. therefore ഇനി നമുക്ക് എന്ത് കാണിക്കണം? k 1ൽ ട്രൂ ആണെന്ന് കാണിച്ചു, kയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. kയിൽ ട്രൂ ആകുമ്പോൾ k plus 1ലും ട്രൂ ആണെന്നാണ് കാണിക്കേണ്ടത്. Now, Laplace transform of t raised to k plus 1. Definition അനുസരിച്ച് എന്താ വരുന്നത്? ഇന്റഗ്രൽ 0 to infinity e raised to minus st t raised to k plus 1 dt എന്ന് വരും. ഇതിനെ നമ്മൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കുവാണെങ്കിൽ t raised to k plus 1 ഇന്റഗ്രൽ ഓഫ് e raised to minus st minus s. എപ്പോഴും ടിയുടെ ടേമിനെ വേണം ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാൻ. ഇന്റഗ്രൽ 0 to infinity മൈനസ് ഇന്റഗ്രൽ 0 to infinity t raised to k plus 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് k plus 1 t raised to k x raised to n x raised to n minus 1. അപ്പം t raised to k plus 1ന്റെ k plus 1 t raised to k plus 1 minus 1 t raised to k. ഇനി ഇന്റഗ്രൽ ഓഫ് e raised to minus st എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. സോ ഇവിടെ മുമ്പത്തെ പോലെ തന്നെ e raised to minus infinity എടുക്കും. ഫസ്റ്റ് ടേം 0 വരും. 0 കൊടുക്കുമ്പം ഇവിടെ 0 വരും. അപ്പം ഇത് 0 മൈനസ് k plus 1 s മൈനസ് k plus 1 s പുറത്തെടുക്കുമ്പം k പ്ലസ് k plus 1 by s ഇന്റഗ്രൽ 0 to infinity t raised to k e raised to minus st d. ഈ k plus 1ഉം മൈനസ് എസും പുറത്തെടുത്തപ്പോൾ അത് k plus 1 by s എന്ന് വരും. മൈനസ് ഇവിടെ പുറത്തുണ്ട്. അപ്പം മിച്ചമുള്ളത് എന്താ? 0 to infinity t raised to k e raised to minus st dt. So this is equal to k plus 1 by s into Laplace transform of t raised to k അല്ലേ ഇത്? ഇനി Laplace transform of t raised to k k factorial by s raised to k plus 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സോ ദിസ് ഈസ് അസ്യൂം ചെയ്തിട്ടുണ്ട്. പ്രൂവ് ചെയ്തല്ല, അസ്യൂം ചെയ്തത്. അപ്പം ഇത് ഈസ് ഈക്വൽ ടു k factorial divided by s raised to k plus 1 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം k ഫാക്ടോറിയലും k plus 1ഉം കൂടെ വരുമ്പോൾ അത് k plus 1
ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് വൺ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് വൺ ഫാക്ടോറിയലാണ്. ഇനി എസ് ഇൻറ്റു എസ് റൈസ് ടു കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു കെ പ്ലസ് ടു. അപ്പോൾ ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്നിന് റിസൾട്ട് എന്നാകുമ്പോൾ എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് വൺ, എന്നിന് വരും കെ പ്ലസ് വൺ വരുമ്പോൾ കെ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു കെ പ്ലസ് വൺ പ്ലസ് വൺ. അപ്പോൾ ഇത് നമുക്ക് ട്രൂ ഫോർ എൻ. Therefore the result is true for n equal to k plus 1. അപ്പോൾ n equal to 1ൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, n equal to 1ൽ ട്രൂ ആണെന്ന് കാണിച്ചു, n equal to kയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് n equal to k plus 1ൽ ട്രൂ ആണെന്ന് കിട്ടി. Therefore by mathematical induction, അപ്പോൾ ഇൻഡക്ഷൻ വെച്ചിട്ട് ഈ റിസൾട്ട് ട്രൂ ആണ്. The result is true for all positive integer n. Therefore, Laplace transform of t raised to n is equal to n plus n factorial divided by s raised to n plus 1. ഇതായിരുന്നു നമ്മുടെ ടേബിളിൽ തന്നിരിക്കുന്ന റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് ചോദിക്കുവാണെങ്കിൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ടി റേസ് ടു കെയുടെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് ടി റേസ് ടു കെ പ്ലസ് വണ്ണിൽ ട്രൂ ആണെന്ന് കാണിച്ചു. അതാണ് പ്രോസസ്സ്. ഇനി ടേബിളിലുള്ള ഒരു റിസൾട്ടും കൂടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എ ഇസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് വൺ. ഇത് ഗാമ എന്നുള്ള ഫംഗ്ഷനാണ് ഇങ്ങനെ എഴുതുന്നത്. ഗാമ എ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എ പ്ലസ് വൺ വെയർ എ ഈസ് പോസിറ്റീവ്. എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണേ ഉള്ളൂ, ഇൻഡിജർ ആണെന്ന് തന്നിട്ടില്ല. ഇൻഡിജർ ആകുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് വൺ എന്നുള്ള റിസൾട്ടാണ്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇൻഡിജർ ആണെന്നോ റിയൽ നമ്പർ ആണെന്നോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊരു റിയൽ നമ്പർ എന്നാണ്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഒരു പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എ എന്ന് പറയുന്നത് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി റേസ് ടു എ ഡി ടി ആണ് വരുന്നത്. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. നമ്മൾ ടി റേസ് ടു എക്ക് പകരം നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പുട്ട് എസ് ടി ഈക്വൽ ടു, ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി അല്ലേ വരുന്നത്, ആ മൈനസ് എസ് ടിക്ക് നമ്മൾ എക്സ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പം നമുക്ക് എസ് ടി എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് എക്സ് ബൈ എസ് ആകും. ഇനി നമുക്ക് ഡി ടി അല്ലേ വേണ്ടത്, നമ്മൾ എസ് ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് പറയും. കാരണം എസ് ടി ഈക്വൽ ടു എക്സ് നിന്ന് എസ് കോൺസ്റ്റന്റ് നമ്മൾ എസ് ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ്. അപ്പം ഡി ടിക്ക് പകരം നമുക്ക് ഡി എക്സ് ബൈ എസ് എന്ന് വരും. ഇനി എസ് ഇവിടെ വേരിയബിൾ ടി ആയിരുന്നു. വെൻ ടി ഈക്വൽ ടു 0 നമുക്ക് നമ്മുടെ വേരിയബിൾ എക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ടി 0 വരുമ്പം എക്സും 0 ടി ഇൻഫിനിറ്റി വരുമ്പം എക്സും ഇൻഫിനിറ്റിയാണ്. Therefore, x varies from 0 to infinity. Therefore, Laplace transform of t raised to a. നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, മൈനസ് എസ് ടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എസ് ടിക്ക് നമ്മൾ എക്സ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമ്മുടെ ഒറിജിനൽ വേരിയബിൾ ടി ആയിരുന്നു. അപ്പം ടി വേരീസ് ഫ്രം 0 to infinity. ടി 0 വരുമ്പം എക്സും 0 ടി ഇൻഫിനിറ്റി വരുമ്പം എക്സും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ റേഞ്ച് 0 to infinity വരും. ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് എക്സ് ആവും. ഇനി ടി എന്ന് പറയുന്നത് എക്സ് ബൈ എസ് ആവുന്നതുകൊണ്ട് ടി റേസ് ടു എ എന്ന് പറയുന്നത് എക്സ് ബൈ എസ് റേസ് ടു എ എന്ന് വരും. ഡി ടിക്ക് പകരം ഡി എക്സ് ബൈ എസ് വരും. റേഞ്ച് 0 to infinity. അപ്പോൾ ഇത് ഇന്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ടിക്ക് പകരം എക്സ് ബൈ എ റേസ് ടു എ എന്ന് വരും അല്ലേ. ടിക്ക് പകരം എക്സ് ബൈ എസ് ആണ്, എക്സ് ബൈ എസ് റേസ് ടു എ. ഡി ടിക്ക് പകരം ഡി എക്സ് ബൈ എസ് എന്ന് വരും. അപ്പം നമുക്ക് ഇവിടെ ഒരു എസ് റേസ് ടു എ ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. അപ്പം 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1 പുറത്തെടുത്താൽ ഇന്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എ ഡി എക്സ് എന്ന് വരും.
1 ബൈ ഇവിടെ ഒരു എസ് റേസ് ടു എ ഉണ്ട്, ഇവിടെ 1 ബൈ എസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ പുറത്തെടുക്കുമ്പോൾ 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എ ഡി എക്സ്. അപ്പം ഇവിടെ നമ്മൾ എസ് എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ എസ് എന്ന് പറയുന്നത്, ഫൊറിയർ അല്ല, ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ എസ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതൊരു റിസൾട്ടാണ്. ഇതെന്ന് പറയുന്നത് ഗാമ ഫംഗ്ഷനാണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എ എന്ന് പറയുന്നത് ഗാമ എ പ്ലസ് 1 എന്നുള്ള ഫംഗ്ഷനാണ്. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ അത് നമ്മൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1 ഇൻറ്റു ഗാമ എ പ്ലസ് 1 എന്ന് കൊടുക്കാം. കാരണം ഈ റിസൾട്ട് ഇത്രോ ഇന്റഗ്രലിന്റെ വാല്യൂ ഗാമ എ പ്ലസ് 1 ആണ്. അത് ഒരു റിസൾട്ട് ആയതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ഇട്ടാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പൊ ഈ ഒരു റിസൾട്ടിൽ നിന്ന് ഇരിക്കാൻ ഇതിന്റെ റീസൺ ഇതാണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു എ ഡി എക്സ് എന്ന് പറയുന്നത് ഗാമ എ പ്ലസ് 1 ഗാമ ഫംഗ്ഷനാണ്. ഗാമ എ പ്ലസ് 1 ആണ് ഇങ്ങനെ. അപ്പം ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് റേസ് ടു ടി ഡി എക്സ് റേസ് ടു വേറെ എന്തെങ്കിലും വേരിയബിൾ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ അത് ഗാമ എൻ പ്ലസ് 1 വരും. ഇവിടെ എ ഒരു ഇൻഡിജർ ആണെന്നാ പറഞ്ഞത്. എ ഒരു പോസിറ്റീവ് നമ്പറിനേ ഉള്ളൂ, ഇൻഡിജർ എന്ന് പറഞ്ഞിട്ടില്ല. എ ഒരു ഇൻഡിജർ ആണ് എങ്കിൽ ഗാമ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എ ഫാക്ടോറിയലാണ്. അപ്പം അത് നമ്മൾ അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് എഴുതിയാൽ മതി. നോട്ട് വെൻ n is a positive integer, n is a positive integer, gamma n plus 1 is equal to n factorial. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഗാമ എന്ന് പറയുന്നത് ഗാമ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു നമ്പർ കുറച്ചിട്ടുള്ള ഫാക്ടോറിയൽ. അപ്പം ഇപ്പം എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതെങ്കിൽ ഗാമ എ പ്ലസ് 1 എന്ന് പറയുന്നത് എ ഫാക്ടോറിയൽ ആയിരുന്നേനെ. അപ്പം എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ ടി റേസ് ടു എ എന്ന് പറയുന്നത് ഗാമ എ പ്ലസ് 1 ബൈ എസ് റേസ് ടു എ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എ പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ എ പ്ലസ് 1 ഇൻറ്റിജർ വരുമ്പം അത് ഗാമ എ പ്ലസ് 1 എന്ന് പറയുന്നത് എ ഫാക്ടോറിയൽ ആയിട്ട് മാറും. അപ്പം നമ്മുടെ നേരത്തെ ടി റേസ് ടു എന്നിന്റെ റിസൾട്ട് തന്നെ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ജനറലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എൻ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ വെച്ചിട്ട് പറയാം എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഇനി എന്നിന് പകരം ഒരു പോസിറ്റീവ് നമ്പറിനേ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് ഗാമ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എ പോസിറ്റീവ് നമ്പർ ഇൻഡിജർ ആകുമ്പോൾ അത് ഫാക്ടോറിയൽ വെച്ച് പറയാം. അല്ലാത്തപ്പോൾ അത് ഗാമ എ പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1 വരും. എ ഒരു ഇൻഡിജർ ആയിട്ട് മാറുമ്പോൾ ഈ എൻ പ്ലസ് 1 ഫാക്ടോർ അത് ഗാമ എ പ്ലസ് 1 എന്ന് പറയുന്നത് എ ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ മറ്റേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും.